പണിയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഞാൻ എടവണ്ണങ്ങാടിയിൽ നിന്ന് മീൻ പീടിക കയറിയാണ്ട് 2 സൂതക്കുട്ടികൾ അങ്ങോട്ട് പൊക്കി. അവരത് ചെറിയ പീസാക്കി തന്നു. അപ്പം ഇനി ഇതാക്കണേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി വെക്കണം. അപ്പം അമ്മ അത് നന്നാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതാക്കണം നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. പോയിന്നല്ല, പിന്നെ സകല പരിപാടിയും ഇരുട്ടത്ത്. എനിക്കാണെങ്കിലോ വീഡിയോ എടുക്കും വേണം, ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കണം, രണ്ടും ചെയ്യണം. അമ്മ ആണെങ്കിലോ വണ്ടി പാഞ്ഞ് പണിയെടുക്കുക. മീനിൻ്റെ മണം കേട്ടുണ്ടാക്കണേ നമ്മുടെ പൂച്ചകളാക്കണേ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. അമ്മ അവരൊന്നും കാര്യമാക്കാതെ നമ്മുടെ സൂതക്കുട്ടികളെ ആക്കണേ നന്നാക്കിയിട്ട് കഴുകി അങ്ങോട്ട് എടുത്ത് ഞാൻ മൊബൈലും കൊണ്ട് അമ്മൻ്റെ പിന്നാലെ. ഇത്രക്കായിട്ടും പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. കുഞ്ഞു ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അങ്ങനെ അവസാനമാണ് നമ്മുടെ കറണ്ട് ആശാന് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ അടിപൊളി വൻപാറിട്ടുണ്ടാകണ്. നമ്മളെ മാണിത്തട്ടയിൽ അടിപൊളി ഉപ്പേരി ഉണ്ടായിട്ടുണ്ട്. ഇതിലിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയാണ്. അധികം കറിയും കൂട്ടാനൊന്നും ഉണ്ടാകാത്ത നമ്മളെ പുതിയ ചെമ്പട്ടി എടുത്തിട്ട് അമ്മ ഉലുവ ഇങ്ങോട്ടിട്ട് വയറ്റിയെടുക്കുകയാണ്. കുറച്ച് കടുകും ഇടുന്നുണ്ട്. നമ്മളെ മീൻ പീടികാരൻ വിട്ടുതന്ന സൂതക്കുട്ടികളെ കഷ്ണങ്ങളാക്കണം. കാണാൻ തന്നെ ഒരു പ്രത്യേക ആകൃതി, പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും കടുകും ഉലുവിട്ടിട്ട് അമ്മ ചെറുള്ളിയിൽ അങ്ങോട്ട് വയറ്റിയെടുക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ വെക്കണമെന്ന് ചോദിച്ചാൽ വെള്ളം വറ്റിക്കുക, ചെറിയൊരു ഗ്രേവി രൂപത്തിൽ. അമ്മ ഇതിനെ എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ഒരു ഇഷ്ടമാക്കി വെക്കാലേന്ന്. അങ്ങനെയാണ് ഇത് വെക്കണത്. അങ്ങനെ ചെറുള്ളി മൂത്ത് വരുന്നുണ്ട്. പുതിയ ചെമ്പട്ടി ആയതുകൊണ്ടാണ് കാണാൻ ഒരു ചന്തമുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം നല്ലൊന്ന് ഇളക്കിയെടുത്തിട്ട് അമ്മ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വെന്തോട്ടെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ നമ്മളെ കറുത്ത ആശാനെ എടുത്ത് നല്ല കഴുകുകയാണ്. നമ്മുടെ പുളിയനായ കൊടും പുളി, മഴക്കാലത്ത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ കൊടും പുളി. ഈ മഴക്കാലത്ത് അമ്മേൻ്റെ ഒരു പരിപാടിയാണത്. നമ്മളിവിടെ തൊട്ടടുത്താക്കുന്ന വലിയൊരു മരമുണ്ട്. അവിടെ പോയിട്ട് അതിൻ്റെ ചോട്ടിൽ ഒരുപാട് ചാടി കിടക്കും. അവിടെ പോയിട്ട് അത് കൊണ്ടുവന്നിട്ട് ഒക്കെ കയറി ചെറിയ പീസാക്കിയിട്ടാക്കുന്ന അത് ഈർക്കിടിയുമ്പോൾ അങ്ങോട്ട് മാല പോലെ കോർത്തിട്ട് ഈ തീയിൻ്റെ മുകളിലായിട്ട് വെക്കും. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത് പരുവായി വരും. പിന്നെ നമുക്കത് കറിയിൽ യൂസ് ചെയ്യാം. പാകത്തിന് മുളകും പൊടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ കുരുമുളക് ആശാനെ നട്ടിടുകയാണ്. ഒക്കെ അവിടെ പൊടിച്ച് വെച്ചതാണ്. എനിക്കങ്ങനെ കറിയിൽ എന്ന് പറഞ്ഞാൽ മുളകും പൊടി എരിവ് അത്യാവശ്യം വേണം. പിന്നെന്താ പറയുക, അച്ഛന് ഇത് കൂട്ടുമ്പം എരിവ് പാടില്ല. അതുകൊണ്ട് ഒരു പാകത്തിനെ ഇടുള്ളൂ. മീൻ കറിയൊക്കെ ആകുമ്പം ചെറുതായിട്ടൊന്ന് കുറച്ച് അത്യാവശ്യം എരിവ് വേണം. മുളക് കൂടുതലിട്ടാൽ അച്ഛന് കഴിക്കാനും പറ്റില്ല. നമ്മുടെ മീൻ ഇടാനുള്ള നേരമായി. കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് ഈ മസാല ഒന്ന് വേവണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ സൂതക്കുട്ടികളങ്ങോട്ട് ഇടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ അറിയില്ല, ചില ആൾക്കാർ പാചകം ചെയ്യുമ്പം അവരെന്ത് വെച്ചാലും ആകണം നല്ല ടേസ്റ്റ് ചെയ്യാറ്, ഒരു പ്രത്യേക ഒരു രുചികാരം. അതിന് കൈപ്പുണ്യം എന്നൊക്കെ പറയാം അല്ലേ. ആ കൂട്ടത്തിലൊരു ആട്ടമ്മ അങ്ങനെ എന്തുണ്ടാക്കിയാലും ഇപ്പോൾ ഒരു ചമ്മന്തി അരക്കുകയാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു രുചിയാണ്, നല്ല അടിപൊളി കൈപ്പുണ്യാണ്. അങ്ങനെ മീൻ വേവാൻ കാത്തിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അമ്മക്ക് ആവശ്യമുള്ള ഒരു പരിപാടി എടുക്കുന്നത്. കുറച്ച് അടക്ക നന്നാക്കി എടുക്കുകയാണ്. ചോറും കറിയൊക്കെ അതിന് ശേഷമാണ് ഉള്ള രാത്രിയത്തെ ഒരു സ്ഥിരം പരിപാടിയാണിത്. അടക്ക നന്നാക്കി വെറ്റില കൊട്ടയിലിടുക, പിന്നെ ആവശ്യത്തിന് എടുത്ത് മുറിക്കാൻ മതിയല്ലോ. ഇത് നമ്മൾ കാലയായി കിടക്കുന്ന മീൻകൊട്ടയാണ്.
മീനൊന്നുമില്ല. എന്നാലും അവിടെ ഒരു ഭംഗിക്ക് വേണ്ടി തൂക്കി വെച്ചു എന്നുള്ളൂ. കൊട്ടക്കയിലൊക്കെ ഇങ്ങനെ ചെയ്യൽ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ട് ഫിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മീനൊക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുകയൊക്കെ പൊന്തി നല്ല സ്മെല്ലോട് കൂടി തന്നെ എന്താ ഒരു മണം. അടിപൊളി കറിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത്രയും നമ്മൾ കണ്ടില്ലേ. ഈ മീൻ എവിടെ നിന്ന് വാങ്ങി, ഏത് കടയിൽ നിന്ന് വാങ്ങി എന്നൊക്കെ കാണാം. അപ്പം അതിന് മുന്നായിട്ടാണ് ഞാൻ പണിക്ക് പോണ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് കണ്ടു കളയാം. നമ്മളങ്ങനെ 2024 ഫസ്റ്റ് പണിയാണ്. ഞാനങ്ങനെ കുളിച്ചൊരുങ്ങി എൻ്റെ സ്ഥിരം പരിപാടി ഈ കട്ടൻ ചായ. രാവിലെ ഈ ഒരു ചായ മാത്രം മതി. ഇത് കുടിച്ചിട്ട് ഒറ്റ പോക്കാം, ഒന്നും നോക്കൂല. ചില സമയത്താണ് പഞ്ചസാര ഇളക്കാനുള്ള സമയം കൂടി കിട്ടൂല. അതിനും നേരല്ല ഇവിടെ നമുക്ക് പണിയിൽ പോവാം. അങ്ങനെ ഉച്ചക്ക് കയറുന്ന പണി കൊണ്ട് 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഒരു ചങ്ങായി ഓട്ടോയിട്ട് റോട്ടിൽ കണ്ട് വരുന്നു. വൈകുന്നേരം എന്തുകൊണ്ടല്ലോ വൈകുന്നേരം വെളിച്ചെണ്ണ അതിലൊക്കെ വാങ്ങിക്കും. പഞ്ചസാര ചായപ്പൊടിയൊക്കെ കറിയൊക്കെ കൊടുന്നില്ല. തീരെ ചോദിച്ചിട്ട് മീനെന്തെങ്കിലും വേണം. മീനത്തിന് വാങ്ങിക്കോ. തോനം കൊണ്ടല്ല, കുറച്ച് വാങ്ങിയാൽ മതി. അങ്ങനെ വെള്ളം കൊണ്ടും ഒരു കളറായിട്ടുള്ള ഷർട്ടും ഇട്ട് അങ്ങോട്ട് പോവാണ് പണിക്ക്. കയ്യിലാക്കണ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കീസുണ്ട്. കണ്ടില്ലേ, അങ്ങനെ നമ്മളെ ചങ്ങായി കൃത്യം 6 മണിയാകുമ്പോൾ തന്നെ റോട്ടിൽ വന്ന്. അപ്പോൾ ഓട്ടോയിൽ അങ്ങോട്ട് പോവാണ്. നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ്. പിന്നെ ഓട്ടോയിൽ കയറുമ്പം കാറ്റും കൂടി ആകുമ്പോൾ നോക്കും വേണ്ട. ഇതിലൊരു മൂലക്കലാക്കണ ഒട്ടി അങ്ങോട്ട് ഇരിക്കാൻ തോന്നും. ചെറുതായിട്ടൊന്ന് നേരം വെളുത്തു തുടങ്ങി. അങ്ങനെ ഓട്ടാക്കണ പറക്കാണ് കിടന്നാണ്ട്. നല്ല അടിപൊളി ഉദയം. മാനൊക്കെ ചുവന്ന് തൊടുത്ത് സൂപ്പറായിട്ട് തന്നെ നിൽക്കണ ഒരു കാഴ്ച. 6:45 ഒരു ബസ്സുണ്ട്. 7:30 പണി തുടങ്ങും. മഞ്ചേരി എത്തണം. ഇപ്പോൾ നമ്മളെ എടണങ്ങാടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് എത്തിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ എന്നെ നോക്കിയേക്കണേ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വരിക്കങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ഹായൊക്കെ അവർക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ മഞ്ചേരി അങ്ങാടി ചെന്ന് മക്കാനി ഹോട്ടലിൽ കയറി ഒരു ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടിപൊളി നെയ്യപ്പം ചായ വാങ്ങി മുന്നിൽ വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം കുടിച്ചിട്ട് പണിക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി. എൻ്റെ മറ്റ് ഒരു 3 സബ്സ്ക്രൈബർ ഒരു ഇന്നത്തെ ദിവസം അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്താ പരിപാടി എന്നൊക്കെ അറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണമുണ്ട്. എന്നാലേക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെങ്ങനെ എൻ്റെ അടുത്ത് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പൊടി മാറിയ പണിയായിട്ടാക്കണ പണി സൈറ്റിൽ. പൊടി എന്ന് പറഞ്ഞാൽ നല്ല പൊടി പണി തന്നെ കേട്ടോ. പുട്ടിപ്പണിയാണ്. പുട്ടി പേപ്പർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു വീട് തന്നെയാണ്. ചുമരൊക്കെ റഫായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുട്ടിയിട്ട് നിൽക്കിയെടുക്കണം. അപ്പോൾ ഇത് 2ാം നിലയാണ്. അപ്പോൾ അവിടെ പുട്ടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് പേപ്പർ ചെയ്ത് ഫിനിഷാക്കി എടുക്കുകയാണ്. അങ്ങനെ പണി കയറി ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച എൻ്റെ കണ്ണു വിട്ടത്. അങ്ങനെ ഒരുപാട് കുരുന്നും മാങ്ങകൾ. ചെറിയൊരു മരമാണ്, പക്ഷേ ഇപ്പം നിറച്ചുണ്ട് കന്നി മാങ്ങ. ഈ ഒരു കാഴ്ച കാണാൻ പറ്റി. ഇതാണ് നമ്മുടെ വീട്, പണിയെടുക്കുന്ന വീട്. പണിസ്ഥലത്തു നിന്നൊക്കെ പോകുന്നതിന് ശേഷം നമ്മുടെ മൊഞ്ചുള്ള മഞ്ചേരിയങ്ങാടിയിൽ ഇങ്ങോട്ട് എത്തി. ആൾക്കാർ തലങ്ങും വിലങ്ങും പായ. ആളൊരു മൊഞ്ചത്ത് തന്നെയാണ്. കാണാൻ രസം കണ്ടോ. ഒരുപാട് ബസ്സുകൾ ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ട്രാക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോകാൻ നിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ആൾക്കാർ. മഞ്ചേരിയിൽ നിന്ന് ബസ് കയറി ഞാൻ നമ്മുടെ എടണങ്ങാടിയിൽ ബസ് ഇറങ്ങി. നേരെ പോയതാക്കണ നമ്മുടെ ചോലക്കൽ മീൻ പീടിയേക്ക്. നല്ല അടിപൊളി ഫ്രഷ് മീനാട്ടോ അവിടെ വിൽക്കണത്. അത്യാവശ്യം കച്ചവടമുണ്ട്. നല്ലൊരു മീൻ പീടിയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഈ കാക്ക പറയാണ്, കൊണ്ടുപോവാ യൂട്യൂബിലിടാനല്ലേ, ഇന്നെ ഒന്ന് എടുക്ക്, ഞാനൊന്ന് വൈറലാകട്ടെ. കേൾക്കണ താമസം. ഞാൻ ഫോണും കൊണ്ടാക്കണം പിറകങ്ങോട്ട് പോയിട്ടാക്കണ് എടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളെ വൈറലാക്കിയിട്ട് തന്നെ
കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആശാനാക്കണ് വെട്ടുകയാണ് നല്ല ചുറുക്കിൽ, നല്ല മൊഞ്ചിൽ വട്ടത്തിൽ വെട്ടിയെടുത്ത് നമ്മുടെ പുളിത്തടിമേലാക്കണ മൂപ്പര് വെട്ടണ കാണാൻ. ആ കത്തിയിലൊരു ഭംഗിയുണ്ടില്ലേ, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. നല്ല ചുറുക്കായിട്ട് തന്നെ വെട്ടിയെടുത്ത് മീൻ പീടിയെന്ന് പറഞ്ഞ് ഞാനാക്കണ് അതിൻ്റെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിലാണ് കയറിയത്. അവിടുന്ന് അമ്മ പറഞ്ഞ സാധനമൊക്കെ ആക്കണേ വാങ്ങി ഒരു കീസിലാക്കി. അപ്പോൾ തിരക്കൊന്നുമില്ലേന്ന്. ഈ കടയിൽ സാധനങ്ങൾക്കൊക്കെ വില കുറവാട്ടോ. അതിനുശേഷം ഞാൻ പോയത് ഒരു ബെന്ന് വാങ്ങാനാണ്. അപ്പം ചായക്ക് അച്ഛന് കൂട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ഈ കടയത്തെ ആൾ വലിയ ഒന്ന് സ്കൂട്ടായി. കാരണം യൂട്യൂബാണ് വെച്ചു അതേ മൂപ്പര് പെട്ടെന്ന് പോയി കിടന്ന്. എന്തായാലും കിട്ടിയൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് ഇങ്ങനെ പറക്കാണ്. നല്ല അടിപൊളി റോഡാണ്. റോഡെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റബ്ബറൈസ്ഡ് ഹൈവേ റോഡ്. വീട്ടിലേക്ക് പോണ റോട്ടിൽ കൂടെ കയറിയേക്കണ നമ്മൾ ഓട്ടോയിൽ ഇരിക്കണ ശരിക്കും അറിയാൻ പറ്റും. കാരണം അതിലേറെ അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ്. എന്തായാലും ഞാനും ഡ്രൈവറും കൂടിയും ഒരുപാട് തമാശയും ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് വീട്ടിൽ എത്താനായി. അപ്പോൾ മൂപ്പര് എന്താ വീട് എടുക്കണം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ മൂപ്പര് എൻ്റെ നമ്പറൊക്കെ വാങ്ങി അത് സബ്സ്ക്രൈബ് മൂപ്പര് അവിടെ തന്നെ ചെയ്തു തന്നു. പീടിയിൽ നിന്ന് വാങ്ങിയ മീനും സാധനങ്ങളൊക്കെ ആക്കണേ ഞാൻ നമ്മളെ തെണ്ടുമായിട്ട് വെച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഒരു കാര്യം പറഞ്ഞത്. നോക്കി കുഞ്ഞുമോനെ, എന്നെ ഇന്ന് ഇവർ കണ്ടിട്ടില്ല, ഇവരാക്കണ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കൊടുത്തളാന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോഴോ എന്നെ കാണാത്തല്ലേ. അപ്പം അതിനിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണണല്ലേ. അപ്പം അവരിങ്ങനെ നോക്കുകയാണ്. ഇവരൊക്കെ കണക്കി ഫുൾ സപ്പോർട്ട് കേട്ടോ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട്, ഒന്നും പറയാനില്ല. എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഒരു വന്നു. ഇവർക്കും അറിയാം എന്തായാലും എന്തെങ്കിലുമൊക്കെ എൻ്റെ കൈ കൊണ്ട് കിട്ടുമെന്ന്. അതാണ് ഓലിങ്ങനെ പതുക്കെ വരാണ്ട്. അമ്മ തന്ന ഗോതമ്പ് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ട് അവർക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ തിന്നാൻ കൊടുക്കുകയാണ്. നമ്മുടെ മുരുകനാക്കണ് എന്നെ പേടിയാണ്. അമ്മ വിളിക്കുന്ന പേരാണ് മുരുകൻ. ആ കോഴിയാട്ടോ ചെങ്ങൻ. അവന് ഞാൻ പിടിച്ചാലെന്നുള്ള പേടിയാണ്, അല്ലൊന്നല്ല. അപ്പോൾ അങ്ങനെ ഇതാണ് സംഭവിച്ചത്. അങ്ങനെ ഇനി മീൻ നന്നാക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ള പ്രതീക്ഷയിൽ ബൈ.